ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ രണ്ടാമത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സ്കാറ്ററിങ് ഓഫ് എ പോസിറ്റീവ് പാർട്ടിക്കിൾ. സ്കാറ്ററിങ് ഓഫ് എ പോസിറ്റീവ് പാർട്ടിക്കിൾ. പോസിറ്റീവ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് സപ്പോസ് പ്രോട്ടോൺ ആവാം അല്ലെങ്കിൽ ആൽഫ പാർട്ടിക്കിൾ എന്തെങ്കിലും. സ്കാറ്ററിങ് ഓഫ് എ പോസിറ്റീവ് പാർട്ടിക്കിൾ ബൈ എ മാസീവ് ന്യൂക്ലിയസ്. By a massive nucleus. Okay, so consider a proton approaching a massive nucleus. A massive nucleus. Okay, so as it approaches the nucleus, it experiences an electrostatic force of repulsion. It experiences an electrostatic force of repulsion, and this repulsive force increases. This repulsive force increases as the distance between proton and nucleus decreases. As the distance between proton and nucleus decreases. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്കിവിടെ ഒരു മാസീവ് ന്യൂക്ലിയസ് ഉണ്ട്. സപ്പോസ് ഈ പോയിന്റിൽ നമുക്കൊരു ന്യൂക്ലിയസ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ നിന്ന് ഒരു പ്രോട്ടോൺ ഇതിനെ അപ്രോച്ച് ചെയ്യണം. അപ്പോൾ ഈ ന്യൂക്ലിയസും പോസിറ്റീവ്ലി ചാർജ്ഡാണ്, പ്രോട്ടോണും പോസിറ്റീവ്ലി ചാർജ്ഡാണ്. സ്വാഭാവികമായിട്ടും പ്രോട്ടോൺ ന്യൂക്ലിയസിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഇത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് റിപ്പൾഷനാണ്, റിപ്പൾസീവ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഈ പ്രോട്ടോൺ ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ലൈൻ പാത്തിൽ മൂവ് ചെയ്യുന്നു. ഓക്കെ, സപ്പോസ് ഈ പ്രോട്ടോണ് മറ്റ് റിപ്പൾസീവ് ഫോഴ്സ് ഒന്നും എക്സ്പീരിയൻസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പ്രോട്ടോൺ ഈ പാത്തിൽ ഇങ്ങനെയാണ് മൂവ് ചെയ്യേണ്ടത്. പക്ഷേ നമുക്കറിയാം ഈ പ്രോട്ടോൺ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും തോറും എന്ത് സംഭവിക്കും? ഡിസ്റ്റൻസ് കുറയും തോറും ന്യൂക്ലിയസും പ്രോട്ടോണും തമ്മിലുള്ള റിപ്പൾസീവ് ഫോഴ്സ് കൂടും. അതുവഴിയായിട്ട് ഈ പ്രോട്ടോൺ ഇതിൻ്റെ പാത്ത് ഈ സ്ട്രെയിറ്റ് ലൈൻ പാത്തിൽ നിന്ന് ഇത് ഡീവിയേറ്റ് ചെയ്യും. ഇതിങ്ങനെ ഡീവിയേറ്റ് ചെയ്ത് ഇതൊരു ഹൈപ്പർബോളിക് പാത്തിൽ മൂവ് ചെയ്യും. സോ ഈ രീതിയിലായിരിക്കും ഇതിൻ്റെ പാത്ത്. ഓക്കെ, സോ ഞാൻ ഈ ഡിസ്റ്റൻസ് ഇങ്ങനെ ഇത് ആക്സായിട്ട് എടുക്കുന്നു. ഇതായിരുന്നു പ്രോട്ടോണിൻ്റെ ഇനീഷ്യൽ പാത്ത്. ഈ ഡോട്ടഡ് ലൈൻ പ്രോട്ടോണിൻ്റെ ഇനീഷ്യൽ പാത്തായിട്ട് എടുക്കുന്നു. അപ്പോൾ ഈ പാത്ത് എന്ന് പറയുന്നത് പ്രോട്ടോൺ മൂവ് ചെയ്ത് ഈ പാത്തിനെ ഞാൻ സപ്പോസ് A എന്ന് ഡിനോട്ട് ചെയ്യണം. A'. അപ്പോൾ ഈ പ്രോട്ടോൺ ഇവിടുന്ന് ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്ത് ഇവിടുന്ന് ഈ ഡയറക്ഷനിൽ ഇതിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഇവിടെ ഈ ഡിസ്റ്റൻസ് ഇതാണ് ഈ ഹൈപ്പർബോളയുടെ സി എന്ന് പറയുന്ന പോയിൻ്റാണ് ഈ ഹൈപ്പർബോളയുടെ ആപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ സിയും ഈ ന്യൂക്ലിയസും തമ്മിലുള്ള ന്യൂക്ലിയസ് ഇരിക്കുന്ന പോയിൻറ്റിനെ ഞാൻ ഒ എന്ന് ഡിനോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒയ്ക്കും സിക്കും ഇടയിലുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ RC എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ആൻഡ് ദിസ് RC ഈസ് കോൾഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. ഇനി ന്യൂക്ലിയസും ഈ സ്ട്രെയിറ്റ് ലൈൻ പാത്തും തമ്മിൽ മേക്ക് ചെയ്യുന്ന ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇമ്പാക്റ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത്. ഒരു സ്കാറ്ററിങ്ങിൻ്റെ കേസിൽ ദിസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈസ് കോൾഡ് ദി ഇമ്പാക്റ്റ് പാരാമീറ്റർ റെപ്രസെൻറ്റഡ് ആസ് സ്മോൾ ലെറ്റർ B. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഇത് റിപ്പൾസീവ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുമെന്ന് പറഞ്ഞു. സോ ആസ് എ റിസൾട്ട് ഈ റിപ്പൾസീവ് ഫോഴ്സ് മൂലം the proton gets deviated from its initial path. The proton gets deviated from its initial path. Initial path straight line ആയിരുന്നു. Initial path into a hyperbolic path. Initial path into a hyperbolic path. Okay. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്ത ന്യൂക്ലിയസിൻ്റെ ചാർജ് എന്ന് പറയുന്നത് +Z ആണെന്ന് വിചാരിക്കുക. കാരണം Z അറ്റോമിക് നമ്പറാണ് നമ്മളെടുത്ത ന്യൂക്ലിയസിനെങ്കിൽ ന്യൂക്ലിയസ് ആസ് ചാർജ് ഓഫ് +Z.
നമ്മളെടുത്ത പ്രോട്ടോണിൻ്റെ ചാർജ് നമുക്കറിയാം ഇറ്റ് ഈസ് പ്ലസ് ഇ ആണ്, സിംഗിൾ പോസിറ്റീവ് ചാർജ്. അപ്പോൾ അറ്റ് ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ്, proton experiences zero force and the velocity of proton be v0. അതായത് പ്രോട്ടോൺ ഈ ന്യൂക്ലിയസിൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടി തുടങ്ങുന്നു. സപ്പോസ് ഈ പ്രോട്ടോണും ന്യൂക്ലിയസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇൻഫിനിറ്റി ആണെന്ന് വിചാരിക്കുക. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ, പ്രോട്ടോണും ന്യൂക്ലിയസും തമ്മിൽ ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ ഇല്ലാത്ത പോയിൻ്റ്, അതായത് ന്യൂക്ലിയസിൻ്റെ ന്യൂക്ലിയസിൻ്റെ ഫോഴ്സിൻ്റെ ലിമിറ്റിന് പുറത്തുള്ള പോയിൻറ്റുകളെയാണ് നമ്മൾ ഇൻഫിനിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇനീഷ്യലി ഈ പറഞ്ഞ പ്രോട്ടോൺ ന്യൂക്ലിയസിനടുത്തേക്ക് ട്രാവൽ ചെയ്യാൻ തുടങ്ങുന്ന സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഇൻഫിനിറ്റി ആയിട്ട് എടുത്താൽ ആ ഇൻഫിനിറ്റിയിൽ ഈ പ്രോട്ടോണും ന്യൂക്ലിയസും തമ്മിൽ ഫോഴ്സ് ഒന്നുമില്ല, അതായത് സീറോ ഫോഴ്സാണ്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് പ്രോട്ടോണിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റിയെ നമ്മൾ v0 ആയിട്ട് എടുക്കുന്നു. ഇനി ഇവിടെ ബി എന്ന് പറയുന്നതാണ്, ഈ ബി എന്ന് പറയുന്നതിനെ നമ്മൾ ഇമ്പാക്റ്റ് പാരാമീറ്റർ എന്ന് പറഞ്ഞ് ഇമ്പാക്റ്റ് പാരാമീറ്റർ, that is it is the perpendicular distance between the nucleus and initial direction of proton. ഇതാണ് ഇമ്പാക്റ്റ് പാരാമീറ്റർ. ഇനി the distance between the nucleus and apse of hyperbola, C എന്ന് പറയുന്ന പോയിന്റ്, ആൻഡ് ആപ്സ് ഓഫ് ഹൈപ്പർബോള ഈസ് കോൾഡ് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. ഇതിനെയാണ് നമ്മൾ RC എന്ന് ഡിനോട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇവിടെ നമുക്ക് പറയാം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള ഫോഴ്സാണ്. മുമ്പത്തെ പ്ലാനറ്ററി മോഷൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞിരുന്നു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇസ് എ സെൻട്രൽ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, കാരണം അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡിസ്റ്റൻസിനെ മാത്രമാണ്. ഇതുപോലെ തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും ഒരു സെൻട്രൽ ഫോഴ്സാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് സെൻട്രൽ ഫോഴ്സ് ആണെങ്കിൽ അവിടെ എന്തായിരിക്കും കേസ്, ആംഗുലാർ മൊമെൻറ്റം കൺസേർവ്ഡ് ആയിരിക്കണം. ആംഗുലാർ മൊമെൻറ്റം ഷുഡ് ബി കൺസേർവ്ഡ്. അപ്പോൾ നമ്മളിവിടെ അപ്ലൈയിങ് ദി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം, ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ലോ ഓഫ് കൺസർവേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഇനീഷ്യലി നമ്മൾ സപ്പോസ് പ്രോട്ടോണിൻ്റെ മാസ് എന്ന് പറയുന്നത് നമ്മൾ m എന്ന് എടുക്കുകയാണ്. ഇനീഷ്യലി പ്രോട്ടോണിൻ്റെ വെലോസിറ്റി v0 ആണ്. ആ കേസിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് b ആണ്, നമ്മൾ എടുക്കേണ്ട പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് b ആണ്. സോ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് mv0b ആണ്. എനിക്ക് തോന്നുന്ന ഡയഗ്രാം ഒന്നുകൂടി വരയ്ക്കാൻ തോന്നുന്നു. ഇവിടെ ന്യൂക്ലിയസ് ഉണ്ട്, ഇവിടെ നിന്ന് പ്രോട്ടോൺ മൂവ് ചെയ്യാണ്. ഓക്കെ, പ്രോട്ടോൺ മറ്റ് ഫോഴ്സുകളൊന്നും ഇല്ല എങ്കിൽ ഇതാണ് പ്രോട്ടോണിൻ്റെ ഇനീഷ്യൽ പാത്ത്. പക്ഷേ പ്രോട്ടോൺ എന്താണ്, ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ ഇതൊരു ഹൈപ്പർബോളിക് പാത്തിൽ മൂവ് ചെയ്യുമെന്ന് പറഞ്ഞു. സോ ദിസ് ഈസ് ദി ആപ്സ് ഓഫ് ദി ഹൈപ്പർബോള. ഇത് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. ഇതാണ് ഇമ്പാക്റ്റ് പാരാമീറ്റർ ബി എന്ന് പറയുന്നത്. ദിസ് ഈസ് RC. ഓക്കെ, ഇനീഷ്യലി ഇത് മൂവ് ചെയ്യുമ്പോൾ ഈ പ്രോട്ടോൺ ഇവിടെ നിന്നാണ് മൂവ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെയുള്ള പ്രോട്ടോണിൻ്റെ വെലോസിറ്റിയാണ് നമ്മൾ v0 എന്ന് വിളിച്ചത്. സോ ഇനീഷ്യൽ മൊമെൻറ്റം എന്ന് പറയുന്നത് ആംഗുലാർ മൊമെൻറ്റം ഓഫ് ദ പ്രോട്ടോൺ എന്ന് പറഞ്ഞ് m v0 ഇത് ഇവിടെ മേക്ക് ചെയ്യുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് b ആണ്. ഇനീഷ്യൽ പാത്തുമായിട്ട് ന്യൂക്ലിയസ് മേക്ക് ചെയ്യുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് b ആണ്. നൗ mv0b. ഇനി സപ്പോസ് ഈ പ്രോട്ടോൺ എന്ന് പറയുന്നത് C എന്ന് പറയുന്ന പോയിന്റിലെത്തിയെന്ന് വിചാരിക്കുക. C എന്ന് പറയുന്ന പോയിന്റിലെത്തുമ്പോൾ ഇതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ടാൻജൻഷ്യൽ ഈ ഡയറക്ഷനിലായിരിക്കും. ദാറ്റ് ഈസ് ഈ വെലോസിറ്റി ഞാൻ VC എന്ന് റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് ന്യൂക്ലിയസുമായിട്ട് മേക്ക് ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് RC ആണ്. അപ്പോൾ ഈ പോയിന്റിലുള്ള ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് m VC RC ആയിരിക്കും. അപ്പോൾ ആംഗുലാർ മൊമെൻറ്റം കൺസേർവ്ഡ് ആയതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കണം. സോ ഹിയർ വി ക്യാൻ സേ ദാറ്റ് ദിസ് VC ഈസ് ഈക്വൽ ടു v0b ഡിവൈഡഡ് ബൈ RC ആണെന്ന് എഴുതാം. സോ ഇനി ഇവിടെ നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അപ്ലൈയിങ്
ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അപ്ലൈ ചെയ്താൽ ഈ സ്കാറ്ററിങ്ങിന് മുമ്പ് ഇനീഷ്യൽ കേസിൽ പ്രോട്ടോണിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി v0 ആയിരുന്നു. ആ സമയത്ത് പ്രോട്ടോണിൻ്റെ കൈനറ്റിക് എനർജി ½mv0². അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് 0 ആണ്. ഇനി സപ്പോസ് ഇത് മൂവ് ചെയ്ത് ഈ സി എന്ന് പറയുന്ന പോയിന്റിലെത്തുമ്പോൾ പ്രോട്ടോണിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് vc ആണ്. സോ അവിടെയുള്ള കൈനറ്റിക് എനർജി ½ mvc² പ്ലസ് ഇപ്പോൾ ഇതിന് കൈനറ്റിക് എനർജി മാത്രമല്ല ഉള്ളത്, പൊട്ടൻഷ്യൽ എനർജി കൂടിയുണ്ട്. കാരണം ഇതിൻ്റെ ഒരു പാർട്ട് ഓഫ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്, അതായത് ഇത് ഇങ്ങോട്ടേക്ക് v0 എന്ന് പറയുന്ന ഇനീഷ്യൽ വെലോസിറ്റിയിൽ നിന്നും ഇത് vc എന്ന് പറയുന്ന വെലോസിറ്റിയിലേക്ക് എത്തുമ്പോഴേക്കും ഇതിൻ്റെ വെലോസിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. അങ്ങനെ വെലോസിറ്റി കുറയുന്നത് എന്തുകൊണ്ടാണ്? ഇത് തമ്മിൽ, അതായത് ഈ പ്രോട്ടോണും ന്യൂക്ലിയസും തമ്മിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ ഉണ്ട്. സോ കൈനറ്റിക് എനർജിയുടെ ഒരു പാർട്ട് പൊട്ടൻഷ്യൽ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. സോ ആ റിപ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ന്യൂക്ലിയസിൻ്റെ ചാർജ് ZE ആണെന്ന് നമ്മൾ പറഞ്ഞു, പ്രോട്ടോണിൻ്റെ ചാർജ് +E ആണെന്ന് പറഞ്ഞു. സോ ഇത് തമ്മിൽ ഉള്ള റിപ്പൾസീവ് ഫോഴ്സ് അറ്റ് ദിസ് പോയിൻ്റ് എന്ന് പറയുന്നത് നമുക്ക് പറയാം ഇറ്റ് ഈസ് ZE ഇൻറ്റു E ഡിവൈഡഡ് ബൈ 4πε0. തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈസ് RC. സോ ZE² ബൈ 4πε0 RC ആണ്. Okay, so that is ½mv0² is equal to ½mvc² plus ZE² divided by 4πε0 RC എന്ന് വരും. Now ഇവിടെ ½ mv0² is equal to ½ vcക്ക് പകരം നമുക്ക് v0b divided by RC എന്ന് കൊടുക്കാം. മുമ്പേ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചതാണ്. plus ZE² divided by 4πε0 RC or ZE² divided by 4πε0 RC is equal to ½ mv0². ഈ ടേമിനെ കൂടി നമ്മൾ ലെഫ്റ്റിലേക്ക് എടുക്കുന്നു. സോ ½ mv0² കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്താൽ 1 - b² ബൈ RC² എന്ന് വരും. അതായത് നമുക്ക് സപ്പോസ് ബി അറിയാമെങ്കിൽ, അതായത് ഇമ്പാക്റ്റ് പാരാമീറ്റർ നമുക്കറിയാമെങ്കിൽ, സോ ബൈ knowing B we can calculate RC. സോ ഇമ്പാക്റ്റ് പാരാമീറ്റർ അറിയാമെങ്കിൽ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ദിസ് ഈസ് അഗെയിൻ ദ സ്കാറ്ററിംഗ് ഓഫ് എ പോസിറ്റീവ് പാർട്ടിക്കിൾ, ദാറ്റ് ഇസ് എ പ്രോട്ടോൺ ഓർ ആൻ ആൽഫ പാർട്ടിക്കിൾ ബൈ എ മാസീവ് ന്യൂക്ലിയസ് ഈസ് അഗെയിൻ ആൻ എക്സാമ്പിൾ ഫോർ law of conservation of angular momentum.